ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കാലത്ത് എന്നോട് ഞാൻ ജിമ്മിൽ പോയി ഗൈസ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നാളെ തുടങ്ങി മോട്ടിവേഷനൊക്കെ പിടിച്ചു തുടങ്ങണമെന്ന്. അത് കാരണം ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ദേണ്ടട 69 കിലോ. എൻ്റെ മോട്ടിവേഷൻ മൊത്തം ഇറങ്ങിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ലടാ, വിടാമുയർച്ചി നന്ദു അങ്ങനെ എന്താ പറയുക 45 മിനിറ്റ് ഒടുക്കത്തെ ഓട്ടം ട്രെഡ്മില്ലിൽ കിടന്നു ഓടി. അതിൻ്റെ ക്ഷീണമായിട്ട് വീട്ടിൽ വന്ന് തല കറങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് പുറത്ത് പോയപ്പോൾ ഒടുക്കത്തെ വെയിൽ. ഒന്നാമതേ തലകറക്കമാണ്, ഇതിൻ്റെ ഇടയിൽ ഈ വെയിലും വരെ. ഇതിൻ്റെ വ്യൂ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. പക്ഷേ എനിക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ തലവേദന എന്താണെന്ന്. എന്നിട്ട് താഴെ വന്ന് ഭക്ഷണമെങ്കിലും നന്നായിരിക്കും എന്ന് വിചാരിച്ച് തുറന്നു നോക്കിയാൽ വെൺപൊങ്കൽ വൺ ഡാർക്ക് സാധനം. അതെങ്ങനെയൊക്കെയോ ഞാൻ വായിൻ്റെ അകത്തോട്ട് കയറ്റി എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടിരുന്നു. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഞാൻ കുളിക്കാൻ കയറി സുന്ദരനായി കഴിഞ്ഞ ഉടനെ ഒന്ന് റിഫ്രഷ്മെന്റ് കിട്ടി. എന്നിട്ട് നമ്മുടെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ടിരുന്നു. എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യണ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നിട്ട് അത് അപ്ലോഡും ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ കാലത്തെ വിരിച്ച തുണി എടുക്കാൻ പോയപ്പോൾ ഒടുക്കത്തെ വ്യൂ. അങ്ങനെ തുണി എടുക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടാത്തത്. എങ്ങാനും പാൻറ്റ് ഊരി പോവല്ലേ എന്നായിരുന്നു എൻ്റെ ഒരു പേടി. എന്നിട്ട് വീട്ടിൽ വന്ന് ബെൽറ്റ് വിട്ട് ക്ലാസ്സിലോട്ട് പോയി. ക്ലാസ്സിൽ പോകാൻ നേരത്താണെങ്കിൽ മഴക്കാർ വെച്ച് നിൽക്കണം. മഴക്കാർ കണ്ട ഉടനെ ഞാൻ റെയിൻ കോട്ട് എടുത്തിട്ട് ആദ്യം കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് ഒടുക്കത്തെ മഴ പെയ്ത് എൻ്റെ പാൻറ്റും തന്നെ. അത് കാരണം ഞാൻ ഗിവപ്പ് ചെയ്ത് വീട്ടിൽ വന്ന് വിളക്കും വെച്ച് പുസ്തകവും വായിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഒടുക്കത്തെ മോട്ടിവേഷൻ, അണ്ണ എൻ്റെ വീഡിയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഒടുക്കത്തെ മോട്ടിവേഷൻ. അത് കാരണം ഞാൻ വന്നിട്ട് വീണ്ടും ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി. രാത്രി ഭക്ഷണം തുറന്നു നോക്കിയപ്പോൾ ഇടിയപ്പവും കടലക്കറി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ്. അങ്ങനെ ജോലിയായിട്ട് ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഗൈസ്. നാളെ കാണാം, ബൈ ബൈ.